തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരിക്കുന്നു. 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ 17-ന് കോടതി തീരുമാനമെടുക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പൂരപ്രേമികളെല്ലാം കാത്തിരുന്ന സുദിനത്തിനായുള്ള നിമിഷങ്ങൾ എത്തിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ആനകളുടെ ആരോഗ്യം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ദേവിക, തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ ശേഷിക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത്. എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടിക, എത്ര ആനകളുണ്ട്, അതിന്റെ പേര് വിവരങ്ങൾ, ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അടക്കം സമർപ്പിക്കാനായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 16-ാം തീയതി തന്നെ ഇത് സംബന്ധിച്ച്, അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആനകളുടെ പേരുവിവരങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി നേരത്തെ തന്നെ ഈ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആനകളെ പരിശോധിക്കുന്നതിനായിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു. ആ അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ പൂരം എഴുന്നള്ളിപ്പുമായിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് കർശനമായിട്ട് നടപ്പിലാക്കണമെന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആനകൾ നിൽക്കുന്ന ഇടത്തു നിന്ന് 50 മീറ്റർ ചുറ്റളവിനുള്ളിൽ തീവെട്ടിയോ മേളമോ ഒന്നും പാടില്ല. മാത്രവുമല്ല, ആനകൾ നിൽക്കുന്നതിന്റെ 3 മീറ്റർ പരിധിക്കുള്ളിൽ ജനങ്ങളെ കടത്തിവിടാൻ പാടില്ല. വോളണ്ടിയർമാരും അതോടൊപ്പം തന്നെ പോലീസുകാരും ചേർന്ന സംഘം ആനകൾക്ക് സംരക്ഷിത വലയം തീർക്കണം. നിശ്ചിത ഇടവേളകളിൽ ചൂട് കുറയ്ക്കുന്നതിനായിട്ട് ആനകൾക്ക് കൃത്യമായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. യാതൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നം ആനകൾക്ക് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എഴുന്നള്ളിപ്പിനിടയിൽ ഉണ്ടാകാൻ പാടില്ലെന്നുമായിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. ഈ ഉത്തരവ് കൃത്യമായിട്ട് തന്നെ പാലിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് ഈ പൂരം എഴുന്നള്ളിപ്പ് നടത്തുന്നത്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് ആനയെ എഴുന്നള്ളിക്കുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിട്ടുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവ് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പൂരം അടുത്തിരിക്കെ തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. 17-ാം തീയതിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ രാമചന്ദ്രനെ എഴുന്നള്ളിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം കൈക്കൊള്ളുക. ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതപ്പാടുമുള്ള ആനകളെ യാതൊരു കാരണവശാലും പൂരത്തിന് പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും 16-ാം തീയതി ഈ വനംവകുപ്പ് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി അന്തിമമായിട്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. 17-ാം തീയതി ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിലും കോടതി തീരുമാനമെടുക്കും. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ യാതൊരു കാരണവശാലും പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും ആരോഗ്യസ്ഥിതി, നിലവിലെ ആരോഗ്യസ്ഥിതി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ, ഇതൊക്കെ തന്നെ വനംവകുപ്പ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൈമാറണം. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഇനി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. ദേവിക, രേഷ്മ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പൂരത്തിന് എത്ര ദിവസം മുൻപാണ് ആനകളുടെ ആരോഗ്യവും മറ്റ് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വനം വകുപ്പ് കോടതിക്ക് ഹാജരാക്കേണ്ടത്? സാധാരണഗതിയിൽ 72 മണിക്കൂറിനുള്ളിലുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. പക്ഷെ ഇതിൽ നിലവിൽ ഈ 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം വീണ്ടും ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ആനകൾ വിധേയമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവുകൾ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അമിക്കസ് ക്യൂറിയുടെ ഒരു ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യും. മാത്രവുമല്ല,
അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഈ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാനും പാടുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ അമിക്കസ് ക്യൂറിയുടെ പരിശോധനയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മറ്റ് റിപ്പോർട്ടുകളും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും അതിനുശേഷം 72 മണിക്കൂറിൽ, സാധാരണഗതിയിൽ 72 മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് പിന്നീട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഏതെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകൾ ഉണ്ടെങ്കിൽ അത് അമിക്കസ് ക്യൂറി പരിശോധിക്കുന്ന റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ആനകളെ ഒഴിവാക്കേണ്ടി വരും. ഒപ്പം തന്നെ മതപ്പാടുള്ള ആനകളെ യാതൊരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതി കൈക്കൊണ്ടു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് അമിക്കസ് ക്യൂറി പരിശോധിക്കുകയും വേണം. ഇത് സംബന്ധിച്ച് വനം വകുപ്പിന്റെ ഒരു ജാഗ്രതയും തുടരണമെന്നാണ് ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ 17-ാം തീയതി മാത്രമായിരിക്കും എഴുന്നള്ളിക്കണമോ വേണ്ടയോ എന്ന കാര്യം ഹൈക്കോടതി പരിഗണിക്കുക. അതിലൊരു തീരുമാനവും കോടതി പരിശോധിക്കുക. ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി മുന്നോട്ട് പോവുക. അതുതന്നെയാണ് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ 17-ന് കോടതി തീരുമാനമെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.